ഉരുൾപൊട്ടൽ ഇല്ലാതാക്കിയ ജീവിതത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ കഴിയുമ്പോഴും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിച്ചുകൂട്ടുന്ന ആയിരക്കണക്കിന് ആളുകൾ സർക്കാർ ഒരുക്കുന്ന പുനരധിവാസത്തിനും സഹായത്തിനുമായി കാത്തിരിക്കുകയാണ്. ഒരൊറ്റ വരവിൽ തന്നെ മഹാദുരന്തത്തിന്റെ തീവ്രത പ്രധാനമന്ത്രിക്ക് ഒപ്പിയെടുക്കാനായെങ്കിലും കേന്ദ്രത്തിന്റെ പ്രത്യേക പാക്കേജ് പോലൊരു പ്രഖ്യാപനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും കണക്കുകളിൽ വിശദീകരിക്കുന്ന സമഗ്ര റിപ്പോർട്ട് കേരളം നൽകുന്നതിനാണത്രേ ഈ സമയമെടുക്കൽ. അതെന്തായാലും കയ്യിൽ നയാ പൈസ ഇല്ലാതെ ഉറ്റവർ വേർപെട്ടതിന്റെ ഉള്ളുലച്ചിലിൽ പിടയുന്നവർക്ക് ദിവസം 300 രൂപ എന്ന സർക്കാരിന്റെ അടിയന്തര ധനസഹായം കിട്ടിയില്ല എന്ന് പറയാൻ പോലും ഒരുപക്ഷെ അവർക്ക് ഇന്ന് പാങ്ങുണ്ടാകില്ല. സർക്കാർ, അത് കേരളത്തിലായാലും കേന്ദ്രത്തിലേതായാലും, സഹായം എന്നത് വയനാടിന്റെ മുറിവുണക്കാൻ ഉടനെത്തേണ്ടതാണ്. അതിന്റെ സാധ്യതകളാണ് എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIഎമ്മിലെ ശ്രീ കെ അനിൽകുമാർ, യൂത്ത് ലീഗിലെ ശ്രീ PK ഫിറോസ്, BJPയിലെ ശ്രീ B ഗോപാലകൃഷ്ണൻ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ എന്നിവരാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ നമ്മുടെ അതിഥികൾ. ശ്രീ PK ഫിറോസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ദുരന്ത മേഖലയിലേക്കുള്ള നേരിട്ടുള്ള സന്ദർശനത്തിന് ശേഷം കേരളം മതിയായ തരത്തിൽ പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ സഹായവും പിന്തുണയും പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും ഒക്കെ വ്യക്തമാക്കുന്ന സമഗ്രമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്നാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേക പാക്കേജ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സഹായം വൈകുന്നത്? കേരള സർക്കാർ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു ടൗൺഷിപ്പ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളിൽ കാലതാമസം നേരിടുന്നുണ്ടോ താങ്കളുടെ നോട്ടത്തിൽ? ഒന്നാമത്തെ കാര്യം, 4-ാം തീയതി ഒരു രാത്രി കൊണ്ട് തങ്ങളുടെ അധ്വാനം, തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട്, അവരുടെ ഉപജീവന മാർഗങ്ങൾ, അവർ വാങ്ങിയ സ്ഥലം, ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ, അവരുടെ ഉറ്റവരും അതുപോലെ തന്നെ അവരുടെ ഉടയവരുമായ അവരുടെ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് ഈ മുണ്ടക്കയിലും ചുരൽമേലയിലും അതുപോലെ തന്നെ അട്ടമലയിലും ഒക്കെ ഉള്ള ആളുകൾ. അപ്പൊ ആ ഒരു മാനുഷിക പരിഗണനയാണ് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മളിപ്പോ ഈ ഘട്ടത്തിൽ, ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മളെല്ലാവരും അവരെ രക്ഷാപ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അവർക്ക് താൽക്കാലികമായി അഭയം നൽകുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ള തിരക്കിലായിരുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്ന് മറ്റെല്ലാം മറന്ന് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയും നമ്മൾ അവർക്ക് നൽകുന്ന ആശ്വാസങ്ങൾ, അവർക്ക് കിട്ടേണ്ട മാനുഷികമായ പരിഗണന, അവർക്ക് കിട്ടേണ്ട അവരുടെ അവകാശങ്ങൾ വെച്ച് താമസിപ്പിച്ചാൽ അത് അവരോട് ചെയ്യുന്ന വലിയ നീതി നിഷേധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി അവിടെ വന്ന് സന്ദർശിച്ചു, കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടു, പ്രധാനമന്ത്രി കൂടെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തി. ഇനി ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPയുടെ പ്രതിനിധിയാണ്. അത് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്, കേന്ദ്രം ഏത് തരത്തിലുള്ള പാക്കേജാണ് അവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിന്റെ സഹായം വേണം, അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കണം ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടത്, അവരുടെ ഉപജീവന മാർഗം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ വേണം എന്ന തരത്തിൽ കേസ് ടു കേസ്, അതായത് ഓരോ കുടുംബത്തെയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് മൈക്രോ ലെവലിലുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനമുണ്ടോ പ്രതിപക്ഷത്തിന്? ഞാൻ പറയാം ഗോപി. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്യാമ്പുകളിൽ ചെന്ന സമയത്ത് ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് ഷേവ് ചെയ്യാൻ പോലുള്ള കാശില്ല. അപ്പോ അവർക്ക് ഒരു അടിയന്തരമായി ഒരു ധനസഹായം സർക്കാർ കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കുന്ന ഈ നിമിഷം വരെ അവരുടെ കയ്യിൽ അടിയന്തരമായ ഒരു ധനസഹായം എത്തിയിട്ടില്ല. കാരണം ആളുകൾക്ക് ഇപ്പോ ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, വ്യക്തിപരമായി പല ആവശ്യങ്ങളും ഉണ്ടാവും. ഒരാള് സ്വകാര്യമായി പറഞ്ഞു, ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളാണ്, എനിക്കൊരു ഒറ്റ കാര്യം നേടെ ചെയ്തോട്ടെ, ഈ അടിയന്തര ധനസഹായം നൽകുന്നത് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് 10,000 രൂപ എന്നത്. അല്ല, ആളുകൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 30-ാം തീയതി സംഭവിച്ചിട്ട് ഇന്ന് ഇത്രയും ദിവസമായി. ഈ ദിവസത്തിനിടയിൽ അവർക്ക് അടിയന്തരമായിട്ടുള്ള പല ആവശ്യങ്ങളും വേണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഓക്കെ, ഇനി ഇന്ന് മുതൽ വിതരണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം.
അപ്പൊ ഒന്നാമത്തെ കാര്യം എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ അടിയന്തരമായി ധനസഹായം എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പുത്തുമലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിനെ തുടർന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളും പാഠങ്ങളും മനസ്സിലാക്കി പുത്തുമലയിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളും അതുപോലെ തന്നെ പിഴവുകളും പരിഹരിക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. ഒരു കാര്യം പറയാം, ഇപ്പോ അടിയന്തരമായി ഈ ക്യാമ്പുകൾ കഴിയുന്ന ആളുകളെ ഇനി വാടക വീട്ടിലേക്ക് താമസിപ്പിക്കണം. ഇപ്പോ ഇന്ന് തന്നെ പല മീഡിയകളിലും ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കേട്ട കാര്യമാണ്, ഒന്ന് വാടക വീട് കിട്ടാനില്ല. കാരണം ഇപ്പൊ ഇത്രയും വാടക വീടിന് ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോൾ തന്നെ വാടക വീടിന് വലിയ തോതിലുള്ള വാടകയായി. ഇപ്പൊ കഴിഞ്ഞ തവണ പുത്തുമലയിൽ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി, അതും സർക്കാരല്ല, ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി പണപ്പിരിവ് നടത്തിയിട്ട് 3000 രൂപയാണ് വാടക നിശ്ചയിച്ച് കൊടുത്തത്. സർക്കാർ ഇത്തവണ മേപ്പാടിയിലും പരിസരത്തുമുള്ള ഒരു എന്തോ സാങ്കേതിക വീടുകൾക്ക് വാടകയുണ്ട്. അപ്പൊ ഒരു ശരാശരി കണക്കാക്കിയിട്ട് കേൾക്കാം, പറഞ്ഞോളൂ. സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാടക കൊടുക്കാനുള്ള ഒരു ജനങ്ങളെ പിരിവിനും മറ്റു കാര്യങ്ങൾക്കും ഏൽപ്പിക്കാതെ, കാരണം സർക്കാരിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, സർക്കാർ അടിയന്തരമായി വാടക വീട്ടിലേക്ക് മാറാനുള്ള സംവിധാനവും അതുപോലെ തന്നെ അവർക്ക് വാടക നിശ്ചയിച്ച് ഒരു മാസ വാടക കൊടുക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇപ്പൊ അടിയന്തരമായി ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ പാചകവാതകത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ സിവിൽ സപ്ലൈസും മറ്റൊരു ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ സിലിണ്ടർ റിക്കവർ ചെയ്ത് സിലിണ്ടറിന് പകരം കൊടുക്കാനുള്ള സംവിധാനം മാത്രമേ നമുക്കുള്ളൂ എന്നാണ്. സിലിണ്ടറുകൾ ഇപ്പോൾ 10-50 സിലിണ്ടർ മാത്രമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോ ഈ പാചകവാതകത്തിന്റെ കണക്ഷൻ കൊടുക്കണം. ആളുകളുടെ കയ്യിൽ ഇപ്പൊ രേഖകളില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി അടിയന്തരമായി അവർക്ക് വാടക വീട്ടിലേക്കൊക്കെ മാറുമ്പോൾ അവർക്ക് പാചകവാതകത്തിന്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോ ഇങ്ങനെ അടിസ്ഥാനപരമായി പെട്ടെന്ന് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് മേപ്പാടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച് ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിൽ, ആളുകൾ ഇപ്പൊ എല്ലാത്തിനും കൽപ്പറ്റയിലേക്കും കളക്ടറേറ്റ് ഓഫീസിലേക്കും ഓടിപ്പോകുന്നതിന് പകരം അതുപോലെ വിവിധ ഓഫീസുകളിലേക്ക്, വില്ലേജ് ഓഫീസിലേക്ക്, സപ്ലൈ ഓഫീസിലേക്ക്, വിവിധ ഓഫീസുകളിലേക്കൊക്കെ പോകുന്നതിന് പകരം മേപ്പാടി കേന്ദ്രീകരിച്ച് ഒരു സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിന്റ് ചെയ്ത് ജനങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ, രേഖാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പാചകവാതക കണക്ഷൻ പ്രശ്നങ്ങൾ, ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങൾ, ബാങ്ക് ലോണിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് മേപ്പാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ഗോപി, വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇപ്പോ അട്ടമലയിൽ നമ്മുടെ പുത്തുമലയിൽ നമ്മൾ കണ്ട എന്താണ്, 650 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു കൊടുത്തത്. ആ വീട് ഗോപീഷ് നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ മതി, മേപ്പാടിയിൽ കുറച്ച് ദൂരെയുള്ള ആ സ്ഥലത്ത് പോയി കണ്ടാൽ അറിയാം. ആ വീട് ഒരാള് ഇനി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ വീടിന്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അതിന്റെ കോൺക്രീറ്റ് മേൽക്കൂര എന്നൊക്കെ പറയുന്നത് ചെരിച്ചു വാർത്തുകൊണ്ട് ഒരിക്കൽ പോലും അതിന്റെ മുകളിലോട്ട് ഇനി ഒരു എക്സ്റ്റൻഷൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ നിങ്ങളൊരു ദുരിതബാധിതരാണ്, ദുരന്തത്തിന്റെ ഇരകളാണ് എന്ന് കാലാകാലവും നിങ്ങൾ മനസ്സിൽ വിചാരിക്കണമെന്ന് വിചാരിക്കുന്ന രീതിയിൽ അതിൽ തന്നെ പല വീടുകളും ചോർച്ചയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ മുണ്ടക്കൈയൊക്കെ ഉള്ള പ്രദേശത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നിലയിൽ ജീവിച്ച ആളുകളാണ്, അത്യാവശ്യം നല്ല വീടുകളും സംവിധാനങ്ങളും, കാരണം കുട്ടികളൊക്കെ ഇപ്പോൾ അത്യാവശ്യം പഠിച്ച് വിദേശത്തൊക്കെ പോയി അങ്ങനെ വരുമാനം, എല്ലാവരും അങ്ങനെയാണ് നല്ല പറയുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത വീടുകളിൽ താമസിച്ച ആളുകളാണ്. അപ്പൊ ഒരു മിനിമം 1000 സ്ക്വയർ ഫീറ്റ് വീടെങ്കിലും സർക്കാർ നിശ്ചയിച്ച് ആ നിലക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും ഭാവിയിൽ അവർക്ക് അധ്വാനിച്ച് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർക്ക് എക്സ്റ്റൻഷനുള്ള ഒരു പ്ലാൻ കൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ്. അപ്പൊ പുത്തുമലയിലെ ഗോപി, ഒറ്റ കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാം ഗോപി. എന്റെ കയ്യിൽ ഒരു പത്ര കട്ടിങ് ഉണ്ട്. ഇപ്പോ ഇവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. പുത്തുമലയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന പത്രത്തിന്റെ ദേശാഭിമാനിയിൽ വന്ന വാർത്താ കട്ടിങ് എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. അവിടെ പോയാൽ ഒരു ടൗൺഷിപ്പ് അവിടെ ഇല്ല. അവിടെ എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്, ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ പുത്തുമലയിൽ ഉണ്ടായ പുനരധിവാസത്തിലെ ദുരന്തം, പുത്തുമല ദുരന്തമല്ല, മുണ്ടക്കയിലെയും അതുപോലെ തന്നെ ചൂരന്മലയിലും അട്ടമലയിലെയും പുനരധിവാസ. ശരി ഫിറോസ്, രണ്ട് കാര്യങ്ങൾ ഫിറോസ് പറഞ്ഞതിനകത്ത് ഞാൻ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് തരാം. ഒന്ന്, ഈ അടിയന്തര ധനസഹായം എന്നതാണ്. അത് സർക്കാർ അതിലേക്ക് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. 62 പേർക്ക് 10,000 രൂപ ബാങ്ക് ത്രൂ നൽകിയിട്ടുണ്ട് എന്ന് ഇന്ന് റവന്യൂ മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വാടക നിശ്ചയിച്ച് നൽകുന്ന കാര്യത്തിലാണ്. അങ്ങനെ ദുരിതബാധിതർക്ക് വീട്ടുവാടക നൽകുന്നതിനുള്ള തുകയും സർക്കാർ നിശ്ചയിച്ചിട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഒരു കുടുംബത്തിന് വാടക ഇനത്തിൽ പ്രതിമാസം 6000 രൂപ നൽകും. അതേസമയം സൗജന്യ വാടക വീടുകളിലേക്കാണ് ഇവർ മാറുന്നതെങ്കിൽ തുക നൽകില്ല. ഈ കാര്യവും റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ രണ്ട് വിവരങ്ങൾ കൂടി ഫിറോസ് ഈ ചർച്ചയിൽ ഞാൻ പറയുകയാണ്. ശ്രീ അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ അനിൽകുമാർ, ഈ പ്രധാനമന്ത്രി ദുരന്തബാധിത മേഖലയിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തുമ്പോൾ കേരളത്തിൻ്റെ പ്രതീക്ഷ വളരെ വലുതായിരുന്നു.
ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്നു. അതല്ലെങ്കിൽ ദേശീയ ദുരന്തമായോ അല്ലെങ്കിൽ അതീവ ഗൗരവ സ്വഭാവമുള്ള അതിതീവ്ര ദുരന്തം എന്ന ഗണത്തിലോ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഉൾപ്പെടുത്തും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും അതിൻ്റെ നാശനഷ്ടങ്ങളും ഒക്കെ വ്യക്തമാകുന്ന ഒരു സമഗ്രമായ റിപ്പോർട്ട് കിട്ടട്ടെ, അപ്പോൾ അതിനുശേഷം തുടർ നടപടി എന്നതാണ്. ഈ റിപ്പോർട്ട് കേരളം, അത് ചീഫ് സെക്രട്ടറി ആണല്ലോ അത് തയ്യാറാക്കി കൊടുക്കേണ്ടത്, കേരളം ഈ റിപ്പോർട്ട് നൽകാൻ വൈകുന്നതാണോ കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുന്നതിനുള്ള കാലതാമസത്തിന് കാരണം? ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, നഷ്ടം എന്താണ് എന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ട്, ആ നഷ്ടത്തിന് നമ്മൾ പരിഹാരമുണ്ടാക്കുന്ന പുനരധിവാസം എന്താണെന്നുള്ളതാണ് മറ്റൊരു ഭാഗം. നഷ്ടം എന്താണ് എന്നുള്ളതിൻ്റെ ഏതാണ്ട് തിട്ടപ്പെടുത്തലുകളായിട്ടുണ്ട്. സർക്കാർ പുനരധിവാസ പാക്കേജാണ് ഉണ്ടാക്കേണ്ടത്. ആ പാക്കേജിലാണ് കേന്ദ്ര സഹായം വരേണ്ടത്. സ്വാഭാവികമായും ആ പാക്കേജുമായി ബന്ധപ്പെട്ട് എത്ര വീടുകൾ എവിടെയൊക്കെ പണിതുണ്ടാക്കണം, അവിടെ അനുബന്ധമായി വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, സ്ഥലം എവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് തുടങ്ങി ധാരാളം കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. ആ വ്യക്തത വരുന്നത് ചർച്ചകളിലൂടെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുപോലെ തന്നെ ഇപ്പോൾ വീടും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ആ ഓരോ വ്യക്തികൾക്കും ഒക്കെ അതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾക്കൊക്കെ പറയാൻ അവകാശമുണ്ട്. അതൊക്കെ കേട്ട് അതിൻ്റെ ഫൈനാലിറ്റിയിലേക്ക് പോകുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പല ഓഫറുകൾ വന്നിട്ടുണ്ട്. ഈ ഓഫറുകളെല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ സമഗ്രമായ ഒരു പാക്കേജ് ആക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമയമെടുക്കും. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു പാചകവാതകം ഒന്നൊരു പ്രശ്നമല്ല. വീട് ഏതാണ് തീരുമാനിച്ചാൽ അവിടെ പാചകവാതകം ഉണ്ടാവും. അതിന് സംശയം എന്താണ്? ആവശ്യമുള്ള ഫർണിച്ചർ കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റ കാര്യം ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ആ വിഷയങ്ങൾക്ക് മറുപടി പറയാം. അതിനു മുൻപ് ഒരൊറ്റ കാര്യം, അതായത് താങ്കൾ പറയുന്നത് ഈ കേരളത്തിൽ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകളും അതിൻ്റെ ആഘാതം സംബന്ധിച്ച വിശദമായ ഒരു ചിത്രവും ഒക്കെ കേന്ദ്രത്തിന് മുന്നിൽ വരച്ചു കാട്ടാൻ, അല്ലെങ്കിൽ അതൊരു സമഗ്ര റിപ്പോർട്ടായി കേന്ദ്രത്തിന് മുന്നിലെത്താൻ സ്വാഭാവികമായി അതിന് നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു വരുമ്പോൾ സമയമെടുക്കും എന്നാണോ? അങ്ങനെയാണെങ്കിൽ അതിനനുസൃതമായിട്ടല്ലേ കേന്ദ്ര പാക്കേജ് പ്രഖ്യാപിക്കപ്പെടുകയുള്ളൂ, അതുവരെ കാത്തിരിക്കാം എന്നാണോ? ആ ഭാഗം എനിക്ക് വ്യക്തമായില്ല, അതുകൊണ്ടാണ്. അല്ല, അവിടെ ഈ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഓരോ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട പണത്തിന് ക്ലെയിം കൊടുക്കുന്ന രീതിയുണ്ട്. ആ ക്ലെയിമിൽ നഷ്ടമുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ആ നഷ്ടങ്ങൾക്കൊപ്പം അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായ വിശദമായ പാക്കേജ് സർക്കാരിന് തയ്യാറാക്കാനായിട്ടില്ല. ആകാത്തത് സർക്കാരിൻ്റെ കുറ്റമല്ല. ഇപ്പോൾ സർക്കാർ അവരുടെ പുനരധിവാസത്തിൻ്റെ താൽക്കാലിക പുനരധിവാസത്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു 2 ആഴ്ച കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെയെല്ലാം വീടുകളിലെത്തിക്കുക, ഇതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് സന്നാദ്ധമാക്കുന്ന പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. രേഖകൾ കൊടുക്കുക, വിദ്യാഭ്യാസം ആരംഭിക്കുക, അവർക്ക് ജോലിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുക, അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവരെ ഒരു ശരിയായ സ്ഥലത്ത് ഇപ്പോൾ എങ്ങനെയാണോ ജീവിച്ചത് അതേ സൗകര്യങ്ങളോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക. അതിന് ഓരോരുത്തരുടെയും നഷ്ടം എന്താണ്, എത്രത്തോളം നമുക്ക് റീഇൻഷേറ്റ് ചെയ്യാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്ന അടിസ്ഥാനത്തിലുള്ള പാക്കേജ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ എന്താ കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്? നമ്മുടെ ക്ലെയിം അവിടെ കിടക്കും. ആ ക്ലെയിമിന് വിധേയമായി അഡ്വാൻസ് സംഖ്യ അനുവദിക്കുകയാണ് കേന്ദ്രം ചെയ്യേണ്ടത്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി പ്രധാനമന്ത്രിക്ക് മനസ്സിലായി. പ്രധാനമന്ത്രി പറയുകയാണ്, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കണ്ട് ഞങ്ങൾ 2000 കോടി അനുവദിക്കുന്നു. നമ്മൾ ക്ലെയിം കൊടുത്തു കഴിയുമ്പോൾ 2040 ആണെങ്കിലോ 2500 ആണെങ്കിലോ കേന്ദ്ര സർക്കാരിന് ബാക്കി നൽകാം, തീരുമാനിക്കാം. ദുരന്തത്തിൻ്റെ വ്യാപ്തി കേന്ദ്രത്തിന് ബോധ്യമുണ്ടല്ലോ. കേന്ദ്ര സംഘം തന്നെ അവിടെ വന്നു കഴിഞ്ഞല്ലോ. കേന്ദ്ര സംഘം പരിശോധന നടത്തി കഴിഞ്ഞല്ലോ. ദുരന്ത നിവാരണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മാത്രം ചുമതലയല്ല, കേന്ദ്രത്തിൻ്റെ കൂടി ഭാഗമാണ്. അത് കോർഡിനേറ്റഡ് എഫക്റ്റാണ്. സ്വാഭാവികമായും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെ അപ്രൈസ് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടുകളെല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഒരു നിശ്ചിത തുക അടിയന്തരമായി മുൻകൂറായി അനുവദിക്കുക. ആ ഭാഗം മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഈ ദുരന്തത്തിന്റെ തീവ്രതയും അതിന്റെ വ്യാപ്തിയും ഒക്കെ ഇപ്പോൾ 2013 ഉത്തരാഖണ്ഡിൽ ഇതുപോലെ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തുക അനുവദിച്ചപ്പോഴും 2014 രാജസ്ഥാനിൽ ഇതുപോലെ പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്ര സഹായം എന്ന നിലയിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തുക അനുവദിച്ചപ്പോഴും ഒക്കെ
സംസ്ഥാനങ്ങൾ കൃത്യമായി അതിൻ്റെ ആഘാതം സംബന്ധിച്ച കണക്കുകൾ അല്ലെങ്കിൽ സമഗ്രമായ റിപ്പോർട്ട് നൽകുകയും അത് പരിശോധിക്കപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലല്ലേ അത് സമർപ്പിക്കപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ അതൊരു സാങ്കേതികമായ നടപടിക്രമങ്ങളാണെങ്കിൽ പോലും അത് പാലിക്കപ്പെടുമ്പോഴാണ് ഇത് തുക നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് കേന്ദ്രം പറയുന്നത് കേവലം ഒരു തടസ്സവാദമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അങ്ങനെയല്ല. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്രത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ദുരന്തത്തിൻ്റെ ആഘാതം സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര ഏക്കർ സ്ഥലങ്ങളിൽ, ഏതൊക്കെ വാർഡുകളിൽ എന്തെല്ലാം നാശനഷ്ടം, എത്ര പേര് മരിച്ചു, എത്ര വീട് പോയിട്ടുണ്ട് തുടങ്ങി എത്രയെല്ലാം കെട്ടിടങ്ങൾ, എത്ര കടകൾ നഷ്ടപ്പെട്ടു, ഇതിൻ്റെ കണക്കെല്ലാം കൂട്ടി ഒരു തുക എത്രയാണെന്ന് കണക്കാക്കിയുള്ള റിപ്പോർട്ട് കൊടുത്ത് കഴിഞ്ഞു. മാത്രമല്ല, അതിൻ്റെ ആഘാതത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ എന്ത് എന്നുള്ളതിൻ്റെതാണ് പ്രൊജക്റ്റ് തയ്യാറാകാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായ എവിടെയാണ് അവരെ പുനരധിവസിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയാവാത്തത്. പാക്കേജ് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടില്ല. അത് മുഴുവൻ കിട്ടിയാലേ പണം തരുള്ളൂ എന്നുള്ള കേന്ദ്രം നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ. കേരള സർക്കാർ കുറെ കൂടെ വിശദമായി ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് ഉയർന്ന നിലവാരം സ്വീകരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ സ്വാഭാവികമായും അത് വിശ്വസിക്കുകയാണ് ഒരു സർക്കാരിന് ഇഷ്ടം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചാടിക്കേറിയിട്ട് കേന്ദ്രം സഹായമൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു മുൻവിധി നമുക്ക് ആവശ്യമില്ല. സ്വാഭാവികമായും ഈ പാക്കേജിൻ്റെ വലിപ്പം വെച്ചിട്ട് അവർ തരട്ടെ. മറ്റു സംസ്ഥാനങ്ങൾ പലപ്പോഴും ചെയ്ത് അഡ്വാൻസ് ആയിട്ടൊരു തുക കൊടുക്കും, പിന്നീട് അതിൻ്റെ അപ്രോപ്രിയേഷൻ അവർ പറയുക. ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രളയം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്കിവിടെ അരിയെല്ലാം തന്നു, സൗജന്യ റേഷനായിരുന്നു. അപ്പോൾ അത് കേന്ദ്രത്തിൻ്റെ സൗജന്യ റേഷനാണ്, നരേന്ദ്രമോദിയുടെ ആണെന്നൊക്കെ പറഞ്ഞ് BJP-ക്കാരൊക്കെ നല്ല പ്രചരണമൊക്കെ നടത്തി. കുറച്ച് കഴിഞ്ഞാണ് അതിൻ്റെ കണക്ക് വന്നപ്പോഴാണ് 204 കോടി രൂപ മറ്റന്നാൾ രാവിലെ 10 മണിക്കകം അങ്ങ് തന്നേക്കണം എന്നൊരു ചീട്ട് അവിടുന്ന് വന്നത്. ഇങ്ങനെയൊക്കെ കേന്ദ്രം പെരുമാറാറുണ്ട്. നമ്മുടെ ഈ രംഗത്തെ പ്രധാനമന്ത്രിയുടെ മനസ്സിൽ തട്ടിയ ഒരു ദുരന്തമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഉയർന്ന നിലവാരത്തിൽ കേന്ദ്ര സർക്കാർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത്. മറ്റൊരു വസ്തുത അല്ലെങ്കിൽ മറ്റൊരു സന്ദേശം ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. ശരി, ഇനി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ ഈ ദുരന്തമുഖത്ത് കേരളം പ്രതിസന്ധികൾ നേരിടുമ്പോൾ അത് സഹായമായോ പാക്കേജായോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള ഒരു വിഹിതമായോ നമ്മൾ പ്രതീക്ഷിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണം, ഒന്ന് കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അവർ കേരളത്തിലെ ഈ സാഹചര്യവും സ്ഥിതിഗതികളും ഒക്കെ എന്താണ് എന്ന് ധരിപ്പിക്കുമെന്നതും, 2 പ്രധാനമന്ത്രി തന്നെ അദ്ദേഹം നേരിട്ട് ഈ ദുരന്തബാധിത മേഖലകളിൽ എത്തുകയും ഈ ദുരന്തത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടായി, അത് എത്ര അധികം ആളുകളെയാണ് അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആക്കിയത്, അവിടെ നിന്ന് മാറ്റിയത് എന്ന കാര്യങ്ങളും അവരനുഭവിക്കുന്ന വേദനയും ദുരിതവും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഒരു സ്പെഷ്യൽ പാക്കേജോ അല്ലെങ്കിൽ കേന്ദ്രം ഏത് നിലയ്ക്കാണ് ഒരു സഹായം നൽകാൻ പോകുന്നത് അത് ഉടനെ ഉണ്ടാകുമെന്നൊക്കെ ഒരു പ്രതീക്ഷ നമുക്ക് വന്നത്. പക്ഷെ അത് നാളിത്രയായിട്ടും ഉണ്ടായിട്ടില്ല. സുരേഷ് ഗോപി തന്നെ പറഞ്ഞത് ഈ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് വളരെ കാര്യമായ ഒരു പരിഗണന ഉണ്ടാകും, പുനരധിവാസമല്ല നവാധിവാസമാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതൊക്കെ. പക്ഷെ ഒന്നും ഫലത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് അതിനുള്ള തടസ്സം ഇപ്പോൾ? ഞാൻ ആദ്യം താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കേരളം ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് CPM-ൻ്റെ പ്രതിനിധി തന്നെ ഇവിടെ സൂചിപ്പിച്ചു. അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് കേരളത്തിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വയനാടിന് എന്ന് പറയുന്നത് കേരളം ഇന്നുവരെ കാണാത്ത ദുരന്തമാണ്. നമ്മൾ സാധാരണ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുക, 1000 കോടി 2000 കോടി പാക്കേജ് പ്രഖ്യാപിക്കുക. ആ പാക്കേജ് പ്രഖ്യാപിച്ചാൽ തീരുന്നതല്ല, കുറേ പണം കൊണ്ടുവന്നാൽ തീരുന്നതല്ല വയനാട്ടിലെ പ്രശ്നം. വയനാട്ടിലെ പ്രശ്നം കേവലം കേന്ദ്ര ഫണ്ട് അതൊരു 3000 കോടിയോ 5000 കോടിയോ അതുകൊണ്ടൊന്നും തീരുന്നതല്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വേണം. കാരണം ഒരു ജനതയുടെ ജീവിതം മുഴുവനും ഇല്ലാതായിരിക്കുകയാണ്. വീട് മാത്രം നശിച്ചു നമുക്ക് മനസ്സിലാക്കാം, കാർഷിക മേഖല നശിച്ചു നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. വീടില്ല, കാർഷിക മേഖലയില്ല, വരുമാനമില്ല, എന്തിന് സ്വന്തം സർട്ടിഫിക്കറ്റ് പോലുമില്ല. കുട്ടികൾ അവിടെ പഠിച്ച പല വിദ്യാർത്ഥികളും അവിടുത്തെ ആ നാട്ടിലെ കലാലയങ്ങളിൽ മാത്രമല്ല മറ്റു പല കലാലയങ്ങളിലും പഠിച്ചവരാണ്.
ആധാർ കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യരുടെ, ഒന്നുമില്ലാത്തൊരു മനുഷ്യരുടെ അവസ്ഥയാണ്. അങ്ങനെയുള്ള വയനാടിനെ പഴയ വയനാടിൽ നിന്ന് ഒരു നവവയനാടാക്കാൻ, അതായത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകോത്തര മാതൃകയിലുള്ള ഒരു നല്ല പുനരധിവാസം ഉണ്ടാകണം എന്ന് പറയുന്നത് ഈ മുട്ട വെച്ച് വിരിയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മുട്ട പൊട്ടിച്ച് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെയല്ല. അപ്പം നിങ്ങളുടെ ചോദ്യം മുട്ട പൊട്ടിക്കാതെ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കണമെന്നാണ്. സമഗ്രമായ ഒരു റിപ്പോർട്ട് പോലും ഇല്ലാതെ പുനരധിവാസം സാധ്യമല്ല എന്നത് വളരെ വളരെ വ്യക്തമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അതെന്താ? മുന്നറിയിപ്പ് കേരളത്തിന് കൊടുത്തിരുന്നു, മുന്നറിയിപ്പ് കിട്ടിയെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അതെന്തെങ്കിലും ആകട്ടെ, പക്ഷേ ആ മുന്നറിയിപ്പ് നിർഭാഗ്യവശാൽ വളരെ പെട്ടെന്നുണ്ടായ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ദുരന്തം സംഭവിച്ച ആ നിമിഷം മുതൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി കേരള സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സക്രിയമായ കാര്യങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. ഒരു മന്ത്രിയെ ഇങ്ങോട്ട് വിട്ടു, ജോർജ് കുര്യനെ. അദ്ദേഹം നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു. നിങ്ങളുടെ 24-ലെ ഞങ്ങളുടെ ശ്രീകണ്ഠൻ മാസ്റ്റർ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചതും നിങ്ങൾ അതിനെ ശ്ലാഘിച്ചതുമെല്ലാം യാഥാർത്ഥ്യമാണ്. എന്നു മാത്രമല്ല, ദുരന്ത ഭൂമിയിലേക്ക് കടക്കാനുള്ള ആ പാലം എത്രയും വേഗം ആകാശമാർഗം കൊണ്ടുവന്ന് അത് നടപ്പാക്കി. ദുരന്ത മേഖലയിലേക്ക് എയർഫോഴ്സ് വന്നു, നേവി വന്നു, ആർമി വന്നു. എല്ലാം വളരെ വളരെ പെട്ടെന്ന് നടന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജോർജ് കുര്യനെ ബന്ധപ്പെട്ടു. ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അല്ല ബന്ധപ്പെട്ടത്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ജോർജ് കുര്യനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഓരോ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും ബന്ധപ്പെട്ട് എടുക്കേണ്ടതായ നിലപാടുകളും എടുക്കേണ്ടതായ നടപടികളും എടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് സംസ്ഥാനം അറിയിച്ചു, അതുപോലെ തന്നെ കേന്ദ്രം നേരിട്ടറിഞ്ഞു. അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആകാശമാർഗം വന്നു. അതിനുശേഷം അദ്ദേഹം നേരെ ആ ദുരന്ത ഭൂമിയിലെത്തി. ആ ദുരന്ത ഭൂമി മുഴുവൻ കണ്ടറിഞ്ഞു, തൊട്ടറിഞ്ഞു. ഹൃദയം കൊണ്ട് ആ നൈസമോളടക്കമുള്ളവരുമായി സംവദിച്ചു, ഓരോരുത്തരെയും കണ്ടു, ഓരോരുത്തരുടെ ദുഃഖവും പങ്കിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാനുണ്ട്, നിങ്ങളോടൊപ്പം നമ്മളുണ്ട്, ഈ നാടുണ്ട്, ഈ രാജ്യം മുഴുവനുണ്ട്, നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഈ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കൊപ്പമുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം കാറ്റത്ത് പോയി എന്ന് ആരും ധരിക്കേണ്ടതില്ല. അത് കവളപ്പാറയിൽ ഉണ്ടായതുപോലെയോ കൂത്തുമലയിൽ ഉണ്ടായതുപോലെയോ അല്ല എന്നും കൂടി ഞാൻ പറയുന്നു. വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ രൂപ കൊടുത്തുകൊണ്ട് ആ വയനാടിനെ സംരക്ഷിക്കാൻ കഴിയില്ല. നിലവിൽ നമുക്ക് ആവശ്യം, ഇപ്പോൾ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഒരു അടിയന്തരമായ ഒരു സഹായമാണല്ലോ, ഒരു പിന്തുണയാണല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ കേന്ദ്രം നൽകാൻ പോകുന്നത് ഇപ്പോൾ പല നിലയ്ക്കായിരിക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ധനസഹായം മാത്രമാകില്ല, അതല്ലെങ്കിൽ അതിനോടൊപ്പം ഈ പുനരധിവാസം അടക്കമുള്ള സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ പോകുന്ന ലോകോത്തര മാതൃകയിലുള്ള സമഗ്രമായ ഒരു പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും കേന്ദ്രത്തിന് പല നിലയ്ക്ക് ഇതിനകത്ത് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യും. പക്ഷേ ഒരു അടിയന്തര സഹായം എന്ന നിലയിൽ ഒരു ടോക്കൺ ഓഫ് ഒരു ഇതിനോടൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ സൂചന എന്ന നിലയിൽ ഒരു പ്രഖ്യാപനം നടത്താമായിരുന്നില്ലേ? അതിന് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടു. താങ്കൾ പറഞ്ഞതുപോലെ 2 കേന്ദ്രമന്ത്രിമാർ അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിച്ചു. പിന്നെ പ്രാഥമികമായ ചില കണക്കുകൾ കേന്ദ്രത്തിന് മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജസ്റ്റർ എന്ന നിലയിൽ ആദ്യം തന്നെ ഒരു പ്രഖ്യാപനം നടത്താമായിരുന്നില്ലേ? അതിനെങ്ങനെയാണ് ഒരു സമഗ്ര റിപ്പോർട്ട് എന്ന ആവശ്യം തടസ്സമാകുന്നത് എന്നാണ് ശ്രീ അനിൽകുമാർ ചോദിച്ചത്. അല്ല, അനിൽകുമാർ ആ ചോദ്യം ഉന്നയിച്ചോട്ടെ. ഞാൻ ചോദിക്കട്ടെ. 4 ദിവസം മുമ്പ് ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, 54 കോടി രൂപ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ 54 കോടി രൂപയിൽ അവിടെ ചെലവാക്കിയ കോടി രൂപ എത്രയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എത്രയോ കോടി രൂപ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ വയനാടിന് വേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ചെലവാക്കിയോ? ഞാൻ വളരെ കൃത്യമായി ചോദിക്കുകയാണ്. ഈ 54 കോടി എന്ന് അദ്ദേഹം 4 ദിവസം മുമ്പ് പറഞ്ഞു. അവിടെ ചെലവാക്കിയത് എത്രയാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു. അതിനുശേഷം കിടക്കുന്ന കോടിക്കണക്കിന് രൂപ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആ കിടക്കുന്ന പണം എന്തുകൊണ്ട് ചെലവാക്കപ്പെടുന്നില്ല?
അപ്പോൾ പണം മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ വേണ്ടത് അടിയന്തരമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറണം. അവരെ ആ ക്യാമ്പിൽ നിന്ന് മാറ്റണം. അവർക്കിപ്പോൾ വേണ്ടത് മറ്റൊരു വീടാണ്, മറ്റൊരു കേന്ദ്രമാണ്. അല്ലാതെ ആ ഭാഗം എനിക്ക് മനസ്സിലായി. അല്ല, ശ്രീ പി ഗോപാലകൃഷ്ണൻ, ഒറ്റ കാര്യമൊന്നും ഞാൻ ഡയറക്റ്റായിട്ട് ചോദിച്ചോട്ടെ. അതായത് ഒരു അടിയന്തര സഹായമോ അല്ലെങ്കിൽ ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഒരു പാക്കേജോ പ്രഖ്യാപിക്കുന്നതിന് നിലവിൽ കേന്ദ്രത്തിന് മുന്നിലുള്ള തടസ്സം എന്താണ്? സാങ്കേതികമായോ നിയമപരമായോ നയപരമായോ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ദുരന്ത മേഖലയിലെത്തി, അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു ഈ രാജ്യം ഒന്നാകെ കേരളത്തിനൊപ്പമുണ്ടെന്ന്. അദ്ദേഹം ഈ ക്യാമ്പുകളിൽ പോയി അവിടെ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന് അറിഞ്ഞു. അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതിലും കൂടുതൽ സമയം അദ്ദേഹം വയനാട്ടിൽ ചിലവഴിച്ചു. ആശുപത്രിയിൽ ചെന്ന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലേ എന്ന കാര്യം അദ്ദേഹം പരിശോധിച്ചു. ഇങ്ങനെയെല്ലാം അതിൻ്റെ ഹൃദയസ്പന്ദനമൊക്കെ അദ്ദേഹം തൊട്ടറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് പിന്നീട് ഈ ഒരു ആദ്യഘട്ടം എന്ന നിലയിലോ ആദ്യ ഗഡു എന്ന നിലയിലൊക്കെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള തടസ്സം? നിങ്ങൾ പറയുന്നത് പണമാണ്, ഞാൻ പറയുന്നത് ജീവിതമാണ്. പണവും ജീവിതവും രണ്ടാണ്. പണം ഇപ്പോൾ അവിടെ ഉണ്ട്. പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഇത്ര കോടി കിട്ടി, ഇത്ര ചിലവായി, ബാക്കി ഇത്ര കോടി അവിടെ ഉണ്ട്. പണമല്ല പ്രശ്നം, അവരുടെ ജീവിതം എങ്ങനെ കൊണ്ടുവരും. അത് സമഗ്രമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജീവിതത്തെ സംരക്ഷിക്കും. അതാണ് വേണ്ടത്. പിന്നെ പാക്കേജൊക്കെ പ്രഖ്യാപിച്ച് പല പാക്കേജുകളും പല പണങ്ങളും ദുരന്തവുമായി ബന്ധപ്പെട്ട് വരികയും ആ പണമൊക്കെ ഏതൊക്കെ രീതിയിൽ വകമാറ്റി ചെലവാക്കി എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ നാളെ വകമാറ്റി ചെലവാക്കേണ്ട ഒരു ദുരന്തമല്ല വയനാടിലെ. അവിടുത്തെ ഓരോ രൂപയ്ക്കും കണക്കുണ്ടാവണം. ഓരോ രൂപയും ആ ഭൂമിയെ സംരക്ഷിക്കാൻ, ആ ഭൂമിയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ, ആ വയനാട്ടിലെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഉണ്ടാവണം. അതിന് കുറേ വളരെ പെട്ടെന്ന് ഇന്നാ പിടിച്ചൊരു 500 കോടി എന്ന് പറയാനല്ല. അങ്ങനെ കൊടുക്കാനും ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം 7 സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. 7 സെക്ടറിൽ പുനരധിവാസം നടക്കണം. ആ 7 സെക്ടറിൻ്റെ വിഷയത്തിൽ എല്ലാ മേഖലകളിലേക്കുമുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നൽകിക്കഴിഞ്ഞു. ആ നൽകിയ സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സുരേഷ് ഗോപിക്ക് കൊടുത്ത വാക്ക് വയനാട് അത് ഇന്ന് വരെ കേരളം കാണാത്ത രീതിയിലുള്ള ഒരു പുനരധിവാസത്തിന് കേന്ദ്രം തയ്യാറാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരി, അതേതായാലും നമുക്ക് നോക്കാം. ഏതായാലും ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ അടിയന്തരമായി വേണ്ട സഹായമുണ്ട്. എന്തായിരിക്കും ഈ വിഷയത്തിൽ സർക്കാരിന്റെ കേന്ദ്രത്തിന്റെ സമീപനം എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വേണം. ഏതായാലും നമുക്ക് നോക്കാം. ശ്രീ ശംഷാദ് മരക്കാർ, ഇപ്പോൾ നിലവിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും അട്ടമലയിലെയും ഒക്കെ ആളുകൾക്ക് വേണ്ടത്? നിലവിൽ ഇപ്പോൾ നേരത്തെ ശ്രീ പി കെ ഫിറോസ് പറഞ്ഞു, അടിയന്തര ധനസഹായം പോലും എത്തിയിട്ടില്ല. ആളുകൾക്ക് ഒന്ന് ഷേവ് ചെയ്യണമെങ്കിൽ അതിന് പോലുമുള്ള പൈസയില്ല. വാടക വീട് കണ്ടെത്താൻ പോകണമെങ്കിൽ ഒരു ഓട്ടോ കാസ്റ്റ് കൊടുക്കാനില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യമുണ്ട് എന്ന് ഫിറോസ് പറയുന്നു. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് പുത്തുമലയുടെ കാര്യമാണ്. പുത്തുമലയിൽ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും ആ നിലയ്ക്ക് നിറവേറ്റപ്പെട്ടിട്ടില്ല. മാത്രമല്ല അനുവദിക്കപ്പെട്ട, അതായത് സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും തന്നെയാണ് ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്, സർക്കാർ നേരിട്ടല്ല എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകർ വെച്ചുകൊടുത്ത വീടുകൾ ചോർന്നൊലിക്കുന്നു എന്ന ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം വാഗ്ദാനങ്ങളും വലിയ വലിയ ആശയങ്ങളുമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും അതിനുശേഷം മറ്റ് തിരക്കുകളിലേക്ക് കടക്കുമ്പോൾ ഈ ദുരന്തം അതിജീവിച്ചവരെയും അതിൽ ദുരിതം അനുഭവിക്കുന്നവരെയും ഒക്കെ അപ്പാടെ മറക്കുന്ന ഒരു സമീപനം ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്നു എന്നുമാണ് പി കെ ഫിറോസ് പറഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പുനരധിവാസവും സഹായധനവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ മേഖലയിലുള്ളവരുടെ പ്രധാനപ്പെട്ട പരാതിയും ആക്ഷേപവും? ആദ്യം നമ്മൾ അടിയന്തരമായി ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് ശ്രീ ഫിറോസ് പറഞ്ഞതുപോലെ അവരുടെ സ്വകാര്യമായ ആവശ്യങ്ങളുണ്ട്. നമ്മൾ ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്, ക്യാമ്പിൽ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ അവർക്ക് സ്വകാര്യമായുള്ള ആവശ്യങ്ങൾക്ക് അവരുടെ കയ്യിലൊരു പൈസ ഇല്ല എന്നുള്ളതുകൊണ്ട് ഒരു അടിയന്തര ധനസഹായം നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 10,000 രൂപ വെച്ച് നൽകാൻ തീരുമാനിച്ചു. അതൊരു 2-3 ദിവസം മുമ്പാണ് ആ പ്രഖ്യാപനം വന്നത്. അപ്പോൾ ശ്രീ അനിൽകുമാർ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ 62 പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഇത് കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്
ഇത് 10,000 രൂപയായതുകൊണ്ട് ഇത് ബാങ്ക് ത്രൂ ആണ് ഈ പണം നൽകാൻ കഴിയുക എന്നുള്ളതാണ്. വളരെ സാധാരണക്കാരായ ആളുകളാണ്. നമ്മളാണെങ്കിൽ പോലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ ചിലപ്പോൾ ഫോണിലൊക്കെ ഉണ്ടാവും, അതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ആളുകളിലേക്ക് ഈ പണം ബാങ്ക് അക്കൗണ്ട് വഴി എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. കാരണം അവർക്ക് ബാങ്ക് അക്കൗണ്ട് നിലവിലുണ്ടോ എന്ന് നോക്കണം, അവരുടെ അക്കൗണ്ട് നമ്പർ കണ്ടെത്തണം, അതിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം, അതിലിവർക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് നടക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം കൊണ്ട് ഇതിൽ കാലതാമസം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഇതിനകത്ത് സർക്കാരിന് വേണമെങ്കിൽ SDRFൻ്റെയും CNDRFൻ്റെയും കൂടി പണമാണ് 10,000 എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ആളുകൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്കിത് കൊടുത്തു തീർക്കാൻ പറ്റും. പക്ഷേ ഇത് ബാങ്ക് ത്രൂ ആണെങ്കിൽ ഇനിയും ഇത് സമയം വൈകിക്കൊണ്ടേയിരിക്കും. കാരണം 14ഓളം ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളിൽ 62 പേർക്ക് മാത്രമാണ് ഈ പണം കിട്ടിയതെന്ന് പറയുമ്പോൾ ഈ എത്ര പേർക്ക് കിട്ടാനുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മതി എന്നുള്ള കാര്യമാണ്. രണ്ടാമത് നമുക്കിവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ്. വാടക വീട്ടിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നും നമ്മൾ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച എണ്ണത്തിലേക്ക് വാടക വീട് എത്തിയിട്ടില്ല. അപ്പോൾ ഗോപിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചർച്ചയിൽ പറഞ്ഞത് എമൗണ്ട് ഫിക്സ് ചെയ്തു, 6,000 രൂപയാണ് വാടകയുടെ എമൗണ്ട് എന്ന് ഫിക്സ് ചെയ്തു എന്ന് പറയുന്നു. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ 6,000 രൂപ ഒരു വർഷത്തേക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. ഒരു വാടക വീട് എടുക്കുന്ന ആളുടെ തുക 1-2 മാസത്തേക്ക് കൊടുക്കുകയും പിന്നീട് അത് മാസം അയച്ചോളാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാടക വീടും പലപ്പോഴും ലഭ്യമാവില്ല. ആളുകൾ പോകാനും താല്പര്യപ്പെടില്ല. കാരണം പുത്തുമലയുടെ അനുഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള തുക നമ്മൾ കൊടുക്കുക. പക്ഷേ ഇപ്പോൾ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ വാടക വീട്ടിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കേന്ദ്രീകൃതമായി അവർ കണ്ടെത്തുകയും അവരാളുകളെയും അപ്പോൾ വാടക വീട് എടുക്കുന്നത് നമ്മൾ സ്പീഡാക്കണം. കാരണം ഇപ്പോൾ ജില്ലയിൽ നമ്മൾ ദുരിതമുണ്ടായത് നമ്മൾ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല മേഖലയിലാണെങ്കിലും ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000-ഓളം വിദ്യാർത്ഥികളുടെ പഠനം നിലവിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ആ സ്കൂളുകൾ ഇപ്പോൾ മേപ്പാടി സ്കൂൾ, CMS, തബോർ, സെൻറ്റ് ജോസഫ്സ്, ഡീപ്പോൾ, അങ്ങനെ SKMG, അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോൾ നമ്മുടെ ക്യാമ്പുണ്ട്. ഈ സ്ഥലങ്ങളിലൊന്നും വിദ്യാഭ്യാസം നടക്കുന്നില്ല. അപ്പോൾ അത്രയും കുട്ടികൾ ഇപ്പോൾ നിലവിൽ 2 ആഴ്ചയായി പുറത്താണ്. അപ്പോൾ അത് ഇനിയും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ക്യാമ്പുകൾ വളരെ വേഗതയിൽ വാടക വീട്ടിലേക്ക് മാറണം. പക്ഷേ വാടക വീട്ടിലേക്ക് മാറുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ പുത്തുമലയിൽ 54 വാടക വീട് മതിയായിരുന്നു നമുക്കന്ന്. അതുപോലും നമുക്ക് ജനകീയമായൊരു കമ്മിറ്റി ഉണ്ടാക്കി തിരഞ്ഞിട്ടും നമുക്ക് മേപ്പാടിയിൽ കിട്ടുന്നതിൻ്റെ ഒരു സാഹചര്യം ബുദ്ധിമുട്ടാണ്. 2, ഈ ഒരു വാടക ആളുകൾ തയ്യാറാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഞാനൊരു വാടക വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനമാണ് എൻ്റെ ജീവിതമാർഗം. അപ്പം നമ്മളവിടെ ഈ ഒരു പ്രയാസത്തിൻ്റെ സമയത്ത് ഇത് 6,000 തരുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനും കഴിയാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ ഈ തുകയ്ക്ക് ഇത് പോസിബിൾ ആകുമോ എന്നുള്ളത് നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. സൗജന്യമായി ചില ആളുകൾ തരുമെന്നുള്ളതാണ്. പിന്നെ ഗോപി ചോദിച്ചത് പുത്തുമലയാണ്. പുത്തുമലയുമായി ബന്ധപ്പെട്ട് പുത്തുമലയിൽ ഉണ്ടായ തെറ്റുകൾ, പുത്തുമലയിലുണ്ടായ പാളിച്ചകൾ മുണ്ടക്കൈ, ചൂരൽമല പുനരധിവാസത്തിന് ഉണ്ടാവരുത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ നമുക്ക് ഇവരോട് ചിലപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇവർ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇപ്പം നമ്മൾ ക്യാമ്പിൽ പോകുമ്പോൾ ചില ചേച്ചിമാർ നമ്മളോട് പറയും പുത്തുമലക്കാർ ബുദ്ധിമുട്ടായതുപോലെ നമ്മൾ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കും. ചാനലുകാർ വരുമ്പോഴും അവരത് പറയും. കാരണം പുത്തുമലയിൽ എന്താണ് അവരുടെ റീഹാബിലിറ്റേഷനിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ഒരാളോടും പറയേണ്ട. മുണ്ടക്കയിലും ചൂരൽമലയിലും അവർ നേരിട്ട് കണ്ടവരും അനുഭവിച്ചവരുമാണ്. അപ്പോൾ അവിടെ വീടിൻ്റെ കാര്യം ശ്രീ ഫിറോസ് പറയുകയുണ്ടായി. നമ്മൾ വീട് വലുതാക്കണം. നമ്മളിത് ആദ്യമേ പറഞ്ഞത് കസ്റ്റമൈസ്ഡ് ആവണം വീടുകൾ എന്നുള്ളതാണ്. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങൾക്ക് സൗകര്യപ്രദമായി ജീവിക്കത്തക്ക രീതിയിലുള്ള വീട്. അത് വലിയ വലിപ്പം വേണമെന്നല്ല, ഒരു സാധാരണ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വൃത്തിയിലും സമാധാനത്തോടു കൂടിയും ജീവിക്കാനുള്ള വലുപ്പത്തിൽ ഡിസൈൻ ചെയ്ത വീടുകളായിരിക്കണം. കഴിഞ്ഞ തവണ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കി, ചെരിച്ചു വാർക്കുന്നൊരു ഡിസൈൻ ഉണ്ടാക്കി. അത് ചെരിച്ചേ വാർക്കുള്ളൂ എന്നുള്ള ചില ഉദ്യോഗസ്ഥരുടെ വാശിയാണ് അവിടെ നടന്നത്. ആളുകൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഉദ്യോഗസ്ഥർ അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചില സന്നദ്ധ സംഘടനകൾ അത് പറ്റാത്തത് കൊണ്ട് ഈ സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറി. പിന്നീട് കുറച്ച് സന്നദ്ധ സംഘടനകളെ കൂട്ടിച്ചേർത്തു. അങ്ങനെ നമ്മൾ വീടുണ്ടാക്കിയപ്പോൾ ആ വീട് ചോർന്നൊലിക്കാൻ തുടങ്ങി. ആളുകൾക്ക് ഒരു രണ്ടാമതൊരു നില പണിയാൻ ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതില്ലാതെയായി. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യർ നിവൃത്തികേടുള്ളത് കൊണ്ട് ഈ 7 സെൻറ്റ് സ്ഥലവും ഈ വീടെങ്കിൽ വീട് ഈ വാടക കെട്ടിടത്തിലോ അവിടെ എവിടെയോ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ അതിനകത്ത് കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ കോംപ്രമൈസിങ് മുണ്ടക്കൈയിൽ പ്രതീക്ഷിക്കരുത്. കാരണം അവർക്ക് അത്യാവശ്യം അവർക്ക് ജീവിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ വീട് മാത്രം പോരാ. ഇപ്പോൾ നേരത്തെ അനിൽകുമാർ പറയുന്നുണ്ട് സർക്കാർ നഷ്ടം കണക്കാക്കി തുടങ്ങി എന്നുള്ളത്. അത് ഇത്ര ഈസിയല്ല.
പ്രത്യേകിച്ച് ഈ പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് 1488 വീടുകളുടെ പരിശോധനയാണ് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ ഏകദേശം 330 വീടുകൾ പൂർണ്ണമായി തകർന്നതും 170ഓളം വീടുകൾ ഭാഗികമായി തകർന്നതും 500ഓളം വീടുകൾ തകരാത്തതും എന്നാൽ അവിടെ താമസിക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കാർ പറയേണ്ടതുമായ വീടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്മോൾ സ്കെയിൽ അല്ല ഇതിനകത്ത്. അപ്പോൾ ആ നഷ്ടം എന്ന് പറയുന്നത് കേവലം വീട് മാത്രമല്ല, വീടുണ്ട്, അവരുടെ സ്വയം തൊഴിലുണ്ട്, അവരുടെ ലാൻഡുണ്ട്, അവരുടെ ഫൈനാൻഷ്യൽ ബാധ്യതകളുണ്ട്, അവരുടെ ഇനി അങ്ങോട്ടുള്ള ഉപജീവനത്തിന്റെ കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കേന്ദ്രത്തിന്റെ പാക്കേജ് പ്രഖ്യാപനം വൈകുന്നു എന്നത് മാത്രമല്ല, അടിയന്തര ധനസഹായത്തിന്റെ കാര്യത്തിലാണെങ്കിലും വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുന്ന അടക്കമുള്ള താൽക്കാലിക പുനരധിവാസത്തിന്റെ കാര്യത്തിലുമൊക്കെ ഈ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നാണോ താങ്കളുടെ ആക്ഷേപം? രണ്ടാമത്തെ കാര്യം, പുത്തുമലയിലെ കാര്യം താങ്കൾ പറഞ്ഞു. പുത്തുമലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വീട് വെച്ചു കൊടുത്തതും അടിസ്ഥാന സൗകര്യം ഒരുക്കിയതുമൊക്കെ സന്നദ്ധ സംഘടനകളും വ്യക്തികളുമൊക്കെ ഇടപെട്ടാണ്, സ്വകാര്യ കമ്പനികൾ വ്യക്തികളുമൊക്കെ ചേർന്നാണ്. അപ്പോൾ അതുപോലെയല്ല വേണ്ടത്. സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സർക്കാർ തന്നെ ഇടപെട്ട് സാമാന്യം ഭേദപ്പെട്ട രീതിയിലായിരിക്കണം ഈ മേഖലയിലുള്ളവരുടെ സ്ഥിരമായ പുനരധിവാസം എന്നതുമാണോ? തീർച്ചയായും ഞാൻ ഈ 10,000 രൂപയിൽ ഞാൻ ഗോപികൃഷ്ണൻ പറഞ്ഞത് നമ്മൾ 10,000 രൂപ 62 പേർക്ക് കൊടുത്തു, അത് സത്യമാണ്. പക്ഷേ നമ്മളുടെ ക്യാമ്പിലുള്ള ആളുകളുടെ എണ്ണം 4,600 ചില്ലറയാണ്. അപ്പോൾ അത്രയും ആളുകളിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് അഫക്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണം തന്നെ വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചു വരും. കാരണം 300ഓളം വീടുകൾ പൂർണ്ണമായി തകർന്നതും മറ്റു ഭാഗികമായി തകർന്നതും തന്നെ ആളുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ പണം 10,000 രൂപ എത്തിയിട്ടില്ല. അത് സ്പീഡാക്കണം. അത് സ്പീഡ് ആവണമെന്ന് പറയാൻ കാരണം ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഈ കാലതാമസം. അതിന് സർക്കാരിന് വേണമെങ്കിൽ ഇവർക്ക് ബൈ ഹാൻഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റുമ്പോൾ എളുപ്പത്തിൽ ഇത് പരിഹരിക്കാം. അല്ലെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ട് ത്രൂ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഒരാഴ്ച കൂടി ഇങ്ങനെ നീണ്ട് പോകും. ഇത് ഒരാൾക്ക് ക്യാമ്പിൽ കിട്ടും, മറ്റൊരാൾക്ക് കിട്ടില്ല. അതൊരു വലിയ പ്രയാസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ്. അതുകൊണ്ടാണ് അതിൽ വൈകുന്നുണ്ട് എന്ന് പറയുന്നത്. പുത്തുമലയിൽ കൃത്യമാണ്. പുത്തുമലയിൽ സർക്കാരിന് ഭൂമി സൗജന്യമായിരുന്നു. അവിടെ നിർമ്മിച്ച വീടുകൾ എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പാണ്. പല NGOസുകൾ, പല സംഘടനകളാണ്. അതിനകത്ത് ഇപ്പോൾ കിണർ നിർമ്മിച്ച ഒരു സംഘടനയാണ്, ടാങ്ക് നിർമ്മിച്ച ഒരു സംഘടനയൊക്കെയാണ്. പക്ഷേ ഇതിന് പകരം സർക്കാർ ലാൻഡ് കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്പോൺസർമാരുണ്ട്. ആ സ്പോൺസർമാർക്ക് വീടുകളുടെ ബെനിഫിഷ്യറിയെ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയും ആ ബെനിഫിഷ്യറിയായ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ളത് നോക്കി അതിനുതകുന്ന രീതിയിൽ വീട് നിർമ്മിക്കാൻ അവർക്ക് തന്നെ ചുമതലപ്പെടുത്താം. അല്ലെങ്കിൽ സർക്കാർ ഏജൻസിക്ക് തന്നെ നേരിട്ട് നടത്തി പണം വാങ്ങുകയും ചെയ്യും. എങ്ങനെ വേണമെങ്കിലും ചെയ്യും. പക്ഷേ അത് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്താണോ ടൗൺഷിപ്പിൽ പ്രഖ്യാപിക്കുന്നത് അത് പ്രഖ്യാപനം മാത്രമായി നിൽക്കരുത്. കാരണം പുത്തുമലയിൽ വേറൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. ഫിറോസ് നേരത്തെ പറഞ്ഞു, ഫിറോസിൻ്റെ കയ്യിൽ അതിലെ അന്നത്തെ ടൗൺഷിപ്പിൻ്റെ വാർത്തയുണ്ട്. ഒരു ഹെൽത്ത് സെൻ്ററാണ്. വളരെ ഒരു മനുഷ്യൻ്റെ ഒരു നീഡി ആയിട്ടുള്ള കാര്യമാണ് ഒരു ഹെൽത്ത് സെൻ്റർ. ആ പ്രദേശത്ത് 54 വീടിൽ ആളുകൾ അവിടെ താമസിക്കുന്ന അത് നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ടൗൺഷിപ്പ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം എല്ലാം ചെയ്യാൻ പറ്റുന്ന, പക്ഷെ അത് സമയബന്ധിതമായി ചെയ്യണം. അത് നമ്മൾ ചെയ്തില്ല എന്നുള്ളതാണ് പുത്തുമലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത്. അത് മുണ്ടക്കൈക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് അതുപോലെ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 1 വർഷത്തെ വാടക കൊടുക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം, പുത്തുമലയിൽ നിന്നും ആളുകളെ നമ്മൾ വാടക വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വാടക കൃത്യമായി മാസങ്ങളിൽ ലഭിക്കുമെന്ന് പറയുകയും 6-7 മാസം കഴിയുമ്പോൾ ഇത് ലഭിക്കാതെ നമ്മൾ ഇതിൽ അവർ വാടകയ്ക്ക് നിന്ന കാലാവധി ഏകദേശം 2.5 മുതൽ 3 കൊല്ലം വരെയാണ്. ഇതിലൊരു 6-7 മാസത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വലിയ തർക്കം ഉണ്ടാവുകയാണ്. കാരണം ഇവർക്ക് വരുമാനമില്ല, വാടക കിട്ടാറിയായി, അപ്പുറത്തേക്ക് തർക്കം ഉണ്ടായി, ഇതിന് മധ്യസ്ഥം പറയാൻ ഇവിടുത്തെ ലോക്കൽ പഞ്ചായത്ത് മെമ്പർമാരെ ചെല്ലേണ്ട ഗതി വരും, ഇത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിലുണ്ടാവരുത്. വാടക സർക്കാർ നിശ്ചയിക്കുന്നു, ആ വാടകയ്ക്ക് വീടുകൾ ലഭ്യമാകണമെങ്കിൽ 1 വർഷത്തെ തുക അവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഗൃഹോപകരണങ്ങളെല്ലാം ഒരുക്കി അവരെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്യാമ്പുകൾ മാറ്റാൻ പറ്റുകയുള്ളൂ. പക്ഷെ നഷ്ടം കണക്കാക്കുക എന്ന് പറയുന്നത് വലിയ പ്രോസസ്സാണ്. ഈ നഷ്ടം മുഴുവൻ കണക്കാക്കി പുനരധിവാസ പാക്കേജാണ് നമ്മൾ കേന്ദ്രത്തിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പുനരധിവാസ പാക്കേജുമായി നമ്മൾ ചർച്ച തുടങ്ങിയിട്ടില്ല. പുനരധിവാസ പാക്കേജ് എങ്ങനെയാവണം എന്നുള്ളത് ചർച്ച നമ്മൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ലാൻഡ് എവിടെയാണെന്ന് നമ്മൾ ആരംഭിച്ചിട്ടില്ല. എത്ര വീടുകൾ വേണമെന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. അതിൽ മൈക്രോ പ്ലാൻ എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. ശരി ശ്രീ നമുക്ക് ഇനി ആ ഭാഗങ്ങളിലേക്ക് വരാം. ശ്രീ PK ഫിറോസ്, അതായത് ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ചർച്ചയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് വന്നു. അതിലൊന്ന് ശ്രീ അനിൽകുമാർ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നു, അടിയന്തര സഹായം എന്ന നിലയിൽ കേന്ദ്രത്തിന് വേണമെങ്കിൽ ഒരു
ഒരു പാക്കേജ് പ്രഖ്യാപിക്കാം. പിന്നീട് എസ്റ്റിമേറ്റ് നൽകുന്നതനുസരിച്ച് അത് കൂട്ടുകയോ അതിൽ വേണ്ട ഭേദഗതികളോ വരുത്താം. അത് കേന്ദ്രം ചെയ്തില്ല എന്നതാണ്. പക്ഷേ മാത്രമല്ല, ഈ പുനരധിവാസം അടക്കമുള്ള ഒരു ബൃഹത് പദ്ധതിയെക്കുറിച്ചാണ് കേരളം ആലോചിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ ഒരു സമഗ്രമായ റിപ്പോർട്ട്, അതായത് നാശനഷ്ടങ്ങളുടെ കണക്ക് അവതരിപ്പിക്കുക മാത്രമല്ല, ദീർഘകാലത്തേക്ക് ഇവരെ പുനരധിവസിപ്പിക്കുന്നത്, അതായത് ടൗൺഷിപ്പ് അടക്കമുള്ള ആ പദ്ധതിയുടെ രേഖ ഒന്നായി സമർപ്പിക്കുക എന്നതാണ് കേരളം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് അതിന് കാലതാമസം ഉണ്ടാകും, സ്വാഭാവികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു, പണമല്ല ഇവിടുത്തെ പ്രശ്നം. പണമായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് ചെയ്യാമായിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം ആവശ്യത്തിനുണ്ട് ചിലവഴിക്കാൻ. അപ്പോൾ അതല്ല കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിലെ വ്യക്തത വരുത്തിയ ശേഷം കേന്ദ്രം ഈ കാര്യങ്ങളിൽ ഘട്ടം ഘട്ടമായി വേണ്ട കാര്യങ്ങളിൽ ഇടപെടൽ നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാണെങ്കിലും ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞത് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അടിയന്തരമായ ഒരു സഹായം കിട്ടുന്നില്ല, അവരുടെ മുന്നിൽ ജീവിതം എന്താണെന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്നാണല്ലോ. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒന്നുകിൽ കേന്ദ്രം ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല, അതല്ലെങ്കിൽ കേന്ദ്രം കേരളത്തെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. ആദ്യത്തേതാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല, രണ്ടാമത്തേതാണെങ്കിൽ പ്രശ്നമാണ്. കാരണം കേന്ദ്രം സഹായിക്കുമെന്നൊരു പ്രതീക്ഷ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമല്ല, കേരളത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോ പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇപ്പൊ BJP-യുടെ പ്രതിനിധി പണമല്ല പ്രശ്നം എന്നൊക്കെ പറഞ്ഞെങ്കിലും മരിച്ചുപോയ ആളുകൾക്ക് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ച ജീവൻ കൊടുക്കാൻ കഴിയില്ലല്ലോ. ഈ ചെയ്യാൻ കഴിയുന്നത് അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളെ അവരെ പുനരധിവസിപ്പിക്കാനും അവർക്ക് മാന്യമായ രീതിയിൽ മുമ്പോട്ട് ജീവിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടത് പണം തന്നെയാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ ആശ്വാസ വാക്കുകളും അതുപോലെ തന്നെ കൂടെ നിൽക്കും എന്നുള്ള വാക്കുകളൊക്കെ ഒരു ഘട്ടം വരെ ആളുകൾക്ക് സഹായമാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവരെ മുന്നോട്ട് നടക്കാൻ അവർക്ക് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് പണം തന്നെയാണ്. പണമല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു മറുപടി അല്ല. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അത് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ട നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ഒരു പ്രഖ്യാപനം കേന്ദ്രത്തിന് ഉണ്ടാകാൻ ആവശ്യമായ സമ്മർദ്ദം ഉണ്ടാകണം. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം കേരള ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. അപ്പോ ഗോപീകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 52 പേർക്കാണ് ഇപ്പോ അടിയന്തര ധനസഹായം കൊടുത്തത്. ഈ അടിയന്തര ധനസഹായം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനാണ് അടിയന്തരം എന്ന് പറയുന്നത്? ധനസഹായം അല്ല, അത് അടിയന്തര ധനസഹായമാണ്. അത് അടിയന്തരമായി കൊടുക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ 2 ആഴ്ചയായി. ഇനിയിപ്പോ ഇന്ന് കൊടുത്തത് 52 പേർക്കാണ്. ഇനി ഈ ആളുകളുടെ ഈ ബാങ്ക് അക്കൗണ്ടും ഇതൊക്കെ ആയി ഈ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് കൊടുക്കുമ്പോഴേക്ക് അടിയന്തരം എന്നൊരു ഘട്ടം കഴിഞ്ഞു. അപ്പൊ ഈ നൂലാമാലകൾ സാധാരണഗതിയിൽ ഒരു സർക്കാർ ഒരു പൗരന് കൊടുക്കുന്ന രീതിയിലുള്ള നൂലാമാലകളാണ് ഇക്കാര്യത്തിലും സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവില്ല എന്നുള്ളത് ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ആ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയി ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. പിന്നെ 52 വീട് വെച്ച് കൊടുക്കാൻ അവിടെ വന്ന കാലതാമസം ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ശംഷാദ് ഇവിടെ സൂചിപ്പിച്ചു. 52 വീടുണ്ടാക്കി കൊടുക്കാൻ ഏതാണ്ട് 2.5-3 കൊല്ലം സമയം എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് 52 വീടിന്റെ പ്രശ്നമല്ല, 100 കണക്കിന് വീടുകൾ, 500-600 വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം. ഈ പല സന്നദ്ധ സംഘടനകളും ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോപി. അപ്പം ഈ സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പോൾ മുണ്ടക്കൈ ആളുകളുടെ ചൂരൽമലയിലൊക്കെ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ വെവ്വേറെ സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കരുത്. ഒരാളെ മേപ്പാടി പഞ്ചായത്തിൽ, ഒരാളെ ബത്തേരിയിൽ, ഒരാളെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ കൊണ്ടുപോയി താമസിപ്പിക്കരുത്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും. ഭൂമിശാസ്ത്രമായ പ്രശ്നങ്ങൾ നമുക്കറിയാം. അവിടെ അധികം പ്ലാന്റേഷൻ ഭൂമിയാണ്. പ്ലാന്റേഷൻ ഭൂമിയിൽ കൺസ്ട്രക്ഷൻ പരിമിതികളുണ്ട്. അപ്പോ ഇപ്പൊ മുണ്ടക്കൈ പ്രദേശത്തെ തന്നെ അവരുടെ ആവശ്യം മുണ്ടക്കൈ പ്രദേശത്തെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അതുപോലെ പുനർനിർമ്മിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു 300 വീട് അല്ലെങ്കിൽ 250 വീട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരു 30 ഏക്കർ സ്ഥലമെങ്കിലും വേണ്ടിവരും. അങ്ങനെ 30 ഏക്കർ സ്ഥലം പ്ലാന്റേഷൻ ഭൂമി അല്ലാതെ മേപ്പാടി പഞ്ചായത്തിൽ അവർ മേപ്പാടി പഞ്ചായത്തിന്റെ ആകെ വെക്കുന്ന ഡിമാൻഡ് മേപ്പാടി പഞ്ചായത്തിൽ ഞങ്ങളാക്കി തരണം എന്നുള്ളതാണ്. അപ്പൊ മേപ്പാടി പഞ്ചായത്തിൽ അങ്ങനെയുള്ള ഭൂമി സർക്കാർ വിചാരിച്ചാൽ അല്ലാതെ സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ പോലും അവിടെ വീട് വെക്കാൻ കഴിയില്ല. അപ്പൊ ഇക്കാര്യത്തിലൊക്കെ സർക്കാർ ഒരു ദുരന്തമുഖത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ 6000 രൂപ വാടക കൊടുക്കുന്ന കാര്യം തന്നെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളും പുത്തുമലയിലും കണ്ടതാണ്. ഈ 60-70 വീട്ടുകാർക്ക് പോലും നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
കൃത്യമായി അതും അവസാനം ജനകീയ കമ്മിറ്റി കൊടുക്കുകയും ജനകീയ കമ്മിറ്റി തന്നെ പൂർണ്ണമായി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി ഈ നിലക്ക് ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ സമയബന്ധിതമായി, ഏതെങ്കിലും കാലത്തല്ല, സമയബന്ധിതമായി കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം. ഇപ്പൊ തന്നെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, മുസ്ലിം ലീഗ് 100 വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 100 അതിന്റെ ഫണ്ട് കളക്ഷൻ തുടങ്ങി. നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഈ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, മറ്റു പലരും CPM-ലെ DYFI ഉൾപ്പെടെയുള്ളവർ, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഈ സംഘടനകളെ, പ്രഖ്യാപിച്ച സംഘടനകളെല്ലാം അടിയന്തരമായി ഒരു യോഗം വിളിച്ചു ചേർത്ത് ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു മാസ്റ്റർ പ്ലാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വീടുണ്ടാക്കി കൊടുക്കാൻ പണം ഉണ്ടായത് കൊണ്ട് പോലും അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് സാധ്യമാകുന്ന കാര്യമല്ല. അനിൽകുമാർ, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഈ സമയത്ത് സാമ്പത്തികമായ സഹായമല്ല. അത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇനിയും ചിലവഴിക്കാതെ കിടക്കുന്ന പണം അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എന്ന് ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേന്ദ്രം മറ്റൊരു തരത്തിലാണ് ഈ ദുരന്തത്തെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. 2, ശ്രീ ശംഷാദ് മരക്കാർ പറഞ്ഞതാണ്. അതായത് അടിയന്തര ധനസഹായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും താൽക്കാലിക പുനരധിവാസത്തിൻ്റെ കാര്യത്തിലായാലുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ ഈ നിലയിൽ പോരാ, ഈ വേഗതയിൽ പോരാ, ഈ തീവ്രതയിൽ പോരാ എന്നാണ്. അവിടെയാണ് PK ഫിറോസ് പറഞ്ഞത് അടിയന്തര ധനസഹായം എന്ന ആ പദത്തിന് തന്നെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ 14 ദിവസം കഴിഞ്ഞിട്ടും 62 പേർക്ക് മാത്രം പണം എത്തിച്ച സർക്കാരിൻ്റെ നടപടി എന്ന്. ദുരിതാശ്വാസ ക്യാമ്പിൽ എന്താണോ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് അത് ലഭ്യമാക്കാനുള്ള സാധന സാമഗ്രികളോട് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരു പരിമിതികളും അവിടെ ഇല്ല, ഉണ്ടാവാൻ സർക്കാർ സമ്മതിക്കുന്നുമില്ല. മന്ത്രിമാരവിടെ ക്യാമ്പ് ചെയ്ത് ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. ചില ആളുകൾ പൂത്ത ബ്രെഡിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ദുരിതാശ്വാസ ക്യാമ്പുമായി ബന്ധപ്പെട്ടല്ല എന്നും അതിൻ്റെ വസ്തുതകൾ മറ്റൊന്നാണെന്നും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സർക്കാരിന് പണം നേരിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയുണ്ട്, PM കെയർ ട്രസ്റ്റ്. അതിന് ഓഡിറ്റ് ഇല്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വേണം കുറച്ച് പൈസ കൊടുക്കാമായിരുന്നു. കാരണം PM കെയർ ട്രസ്റ്റ് AG ഓഡിറ്റിന് വിധേയമല്ല, വിവരാവകാശ നിയമത്തിലും വരികയില്ല, വരവും ചെലവും ആരും അറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അങ്ങനെയല്ല. ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞപ്പോൾ വകമാറ്റി ചെലവഴിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ വകമാറ്റി ചെലവഴിക്കാൻ പറ്റത്തുമില്ല, അങ്ങനെ വകമാറ്റി ചെലവഴിച്ച കേസുമില്ല. നമ്മളൊരു ചർച്ച വരുമ്പോൾ മാന്യമായൊരു ചർച്ചയ്ക്കകത്ത് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ വസ്തുതകൾ മറ്റുള്ളത് പോലും ഇന്ന് പറയേണ്ടെന്ന് വെച്ച് പറയിപ്പിക്കാൻ വന്നാൽ പിന്നെ പറഞ്ഞാൽ മതിയാവും. PM കെയർ ട്രസ്റ്റിന് ശകലം കാശ് അനുവദിക്കുന്നത് നിങ്ങളുടെ കയ്യെ പിടിച്ചിട്ടുണ്ടോ? പ്രധാനമന്ത്രിയുടെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് BJPയുടെ പ്രതിനിധി ഇങ്ങനെ പറയുക. പിന്നെ ഇതൊക്കെ ആലോചിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എന്ന നിലയ്ക്ക് ലീഗിൻ്റെ പ്രതിനിധി അങ്ങനെ സംസാരിക്കുക. എന്ത് ന്യായങ്ങളായി പറയണത്? ഞാൻ ചോദിക്കുന്നത്, 2018 പ്രളയം ഉണ്ടായി. ഈ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടി കേരള സർക്കാർ പരിശ്രമിച്ചപ്പോൾ UAE സർക്കാർ 600 കോടി 700 കോടിയോ പ്രഖ്യാപിച്ചു. കേന്ദ്രം വാങ്ങിക്കാൻ സമ്മതിച്ചോ? നരേന്ദ്രമോദിയുടെ നിലപാടിനെ കേരളത്തിലെ പ്രതിപക്ഷം എതിർത്തോ? നമ്മുടെ അരിയുടെ വില 204 കോടി രൂപ എണ്ണി വാങ്ങിച്ചു. സൈന്യം വന്നതിന് 132 കോടി രൂപ എണ്ണി വാങ്ങിച്ചു. ആരെങ്കിലും എതിർത്തോ? പുത്തുമലയും കവളപ്പാറയും വന്നപ്പോഴത്തേക്കും കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? എന്ത് സഹായമാണ് തന്നത്? ഇനി ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറയുമ്പോൾ ഏതാണ്ട് കാശൊക്കെ ഇവിടെ മിച്ചം തന്നിരിക്കുകയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പറഞ്ഞില്ല. പെട്ടിമുടി ദുരന്തത്തിൽ അവർക്ക് കേരള സർക്കാർ 5 ലക്ഷം കൊടുത്തു, 3 ലക്ഷം രൂപ കമ്പനി കൊടുത്തു, 2 ലക്ഷം രൂപ മോദി കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ വയനാട്ടിൽ വന്നപ്പോൾ ആ കാശും കൊണ്ട് വരാൻ മേലായിരുന്നു. അതിനാ കൊടുക്കാത്തത്, അതിനാ മറന്നുപോയത്. ഓഖി ദുരിതം വന്നപ്പോൾ കേരളം 20 ലക്ഷം കൊടുത്തു, 2 ലക്ഷമായിരുന്നു മോദിയുടെ വക. തമിഴ്നാട് സർക്കാർ കൊടുത്ത പൈസ അത്ര ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടുകാർ പറഞ്ഞു കേരളത്തിൻ്റെ പാക്കേജാണ് നല്ലത്, അത് ഞങ്ങൾക്ക് മതി. ഓഖിയുമായി ബന്ധപ്പെട്ട് പിന്നെ പുത്തുമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ വെച്ച് കൊടുത്തൊരിടത്തും ചോർന്നില്ല. ചോർന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ പറയണോ? അവിടെ സന്നദ്ധ സംഘടനകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സംഘടന അവിടുത്തെ പ്രാദേശികമായ നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ 25 ഏക്കർ 25 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ടായിരുന്നു.
അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവരാണ് ഞങ്ങളെല്ലാം, സർക്കാരിന് മാത്രമാണ് കുറ്റം എന്ന നിലയ്ക്ക് ഒന്നൊരു ചർച്ച പറയരുത്. ഇവിടെ എന്താ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്? ഒന്ന്, കുറ്റമറ്റ രീതിയിൽ നമ്മുടെ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ആർക്കും പരാതി ഉണ്ടാകാത്ത വിധം. രണ്ടാമത്തത്, താൽക്കാലിക താമസത്തിന് വീടുകൾ കണ്ടെത്തുന്ന പ്രവർത്തനം വേഗത്തിലാണ്. അവിടെ സർക്കാർ അവർക്ക് പ്രാഥമികമായി ഫർണിച്ചർ അടക്കം കൊടുത്തുകൊണ്ടാണ് താമസിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങൾ വരുമെന്ന കാര്യത്തിൽ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മൂന്നാമത്തെ കാര്യം, അവരുടെ നഷ്ടപ്പെട്ട മുഴുവൻ രേഖകളും കൊടുക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് സർക്കാർ ചെയ്യും, സർക്കാരിൻ്റെ അജണ്ടയാണ്, അതനുസരിച്ച് സർക്കാർ നയപരിപാടികൾ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നാലാമത്തെ പുനരധിവാസം, അതിനെന്ത് വേണം? സ്ഥലം കണ്ടുപിടിക്കണം. മാത്രമല്ല, ഇപ്പം വാഗ്ദാനം ചെയ്തിട്ടുള്ള സംഘടനകൾ അവരൊക്കെ തന്നെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് തരുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കണം. ചില ആളുകൾ പ്രളയത്തിന് 1000 വീടൊക്കെ പറഞ്ഞിട്ട് പോയത് എങ്ങോട്ട് പോയെന്നൊക്കെ ഫിറോസിന് അറിയാമല്ലോ. 1000 വീട് പ്രഖ്യാപിച്ച KPCC വീട് എങ്ങോട്ടാണ് പോയത്? എന്താ പിന്നെ ആ പ്രഖ്യാപനം എവിടെ പോയി? ഞങ്ങൾ ആ പ്രഖ്യാപനത്തെക്കുറിച്ചും ചോദിക്കുന്നില്ല. ഞങ്ങൾക്കൊരു ചെറിയ അനുഭവമുണ്ട്. കോട്ടയത്ത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ കൂട്ടിക്കൽ ഇതുപോലെ തന്നെ ദുരന്തം ഉണ്ടായി. CPM ആണ് 25 ലക്ഷം വീട് 25 വീട് വെച്ച് കൊടുത്തത്. ഏതാണ്ട് 2 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വന്ന് കാണാം. കൂട്ടിക്കൽ ഞങ്ങളൊരു മാതൃകാപരമായി ചേർത്തിട്ടുണ്ട്. അവിടെ വീടുകളും ചോർന്നിട്ടില്ല. ഇവിടെ ഫിറോസ് പറഞ്ഞപ്പോൾ ഏതോ വീട് ചോർന്നു വന്നു. സർക്കാർ പണിത് ഒരു വീടും ചോർന്നില്ല, ഒരു വീടും ചോർന്നിട്ടില്ല. കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട യൂസഫ് അലി പറഞ്ഞല്ലോ, അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ഉദാരമായി സഹായിച്ചു. ആ സഹായം എങ്ങനെയാണ് തെറ്റായ നിലയ്ക്ക് കൈകാര്യം ചെയ്യപ്പെട്ടതെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അല്ല ശ്രീ അനിൽകുമാർ, ഈ സന്നദ്ധ സംഘടനകളോ ഈ സ്വകാര്യ കമ്പനികളോ ഒക്കെ സംയുക്തമായി വെച്ചു കൊടുക്കുന്നതാണെങ്കിൽ അതിന് മേൽ സർക്കാരിന്റെ ഒരു മേൽനോട്ടം ഉണ്ടാകില്ലേ? അങ്ങനെ അല്ലാതെയാണോ ഈ കാര്യത്തിലെ ടൗൺഷിപ്പിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു IAS ഉദ്യോഗസ്ഥയായ വയനാട്ടെ മുൻ കലക്ടറായിരുന്ന ഗീത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയെ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് വെച്ച് കഴിഞ്ഞു. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട സഹായങ്ങൾ നൽകിയ ആളുകൾ എങ്ങനെ നൽകും? KPCCയുടെ 100 വീട് പോലെയാണോ 1000 വീട് പോലെയാണോ നിങ്ങളുടെ വീടെന്നുള്ളത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വീട് അങ്ങനെ അല്ലല്ലോ. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണല്ലോ. മറ്റേ M.M. പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധി അങ്ങനെ അല്ലല്ലോ. നമ്മൾ കുറെ കൂടെ വിശ്വസിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതെങ്ങനെയാണ് പ്രൊജക്റ്റ്, നിങ്ങൾ ഏതെല്ലാം എടുക്കാൻ പോകുന്നു, അതിന് അവരുടെ മുന്നിൽ മാതൃക വെക്കണം. എന്താണ് ഈ വീടിൻ്റെ പ്രപ്പോസൽ? ഇതാണ്, നിങ്ങൾ ഏതാ എടുക്കാൻ പോണത്, ഏത് നിലവാരത്തിൽ പണിയും, ഇത് അവരുടെ മുന്നിൽ വെക്കണേ. ആദ്യം സ്ഥലം കണ്ടെത്തണം. ആ സ്ഥലം കണ്ടെത്തുന്ന പ്രവർത്തനം ഈ 600 വീട് 700 വീട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം പെട്ടെന്ന് അങ്ങനെ ലഭ്യമാകുമോ? അപ്പോൾ ആദ്യം ഇപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് താൽക്കാലികമായ പുനരധിവാസത്തിനാണ്. അത് നിർബന്ധമായും ഒരു 2 ആഴ്ചയ്ക്ക് പൂർത്തീകരിക്കും. ശരി. 2, അക്കൗണ്ടിലൂടെ ഇല്ലാതെ ദുരിതാശ്വാസ നിധിയുടെ പണം കൊടുക്കാൻ ഇപ്പോൾ ആവില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവരെ തൃപ്തികരമായി താൽക്കാലിക പുനരധിവാസം കൊടുക്കുകയും അവരുടെ വിദ്യാഭ്യാസം പ്രധാന കുട്ടികളുടെ അത് ആരംഭിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ പാക്കേജിലേക്ക് കടക്കുക. ഇവിടെയാണ് കേന്ദ്ര സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റിനകത്ത് 15,000 കോടി നിങ്ങൾ ബീഹാറിന് പ്രഖ്യാപിച്ചപ്പോൾ ഏത് കണക്ക് വെച്ചാണ് കൊടുത്തത്? കർണാടകത്തിൽ വരൾച്ചയ്ക്ക് വേണ്ടി ദുരിതാശ്വാസമായിട്ട് 1.5 കൊല്ലം മുമ്പ് അവിടെ പോയി മോദി പ്രഖ്യാപിച്ചപ്പോൾ മൈസൂരിൽ പോയി മോദിയുടെ പ്രഖ്യാപനം നടത്തി. ഏത് കണക്ക് വെച്ചാൽ ഞങ്ങൾ കൊടുത്തത്? ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞാനൊരു ഇടപെടൽ എടുക്കുകയാണ്. ശ്രീ അനിൽകുമാർ, ഒരു ചെറിയ ഇടപെടൽ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കളുടെ മറുപടി. 1-2 കാര്യങ്ങൾ പറയാൻ അവസരം സമയവും തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒന്നാമത്തെ കാര്യം, എൻ്റെ അനിൽകുമാർ ഇങ്ങനെ കളവ് പറയരുത്. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ആരും ശ്രമിക്കരുത്. ഞാൻ ഇതിനകത്തൊരു രാഷ്ട്രീയവും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വയനാട് ദുരന്തത്തിൻ്റെ വിഷയത്തിൽ രാഷ്ട്രീയവും ഇല്ല. ഞാൻ പറഞ്ഞത് കൃത്യമായ കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളിപ്പോൾ ഇവിടെ സംസാരിച്ചല്ലോ വകമാറ്റി ചെലവാക്കിയതിൻ്റെ കാര്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗോപാലകൃഷ്ണനല്ല പറഞ്ഞത്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, വയനാട്ടിലേക്ക് വരുന്ന ഓരോ രൂപയും വയനാട്ടിൽ ചെലവാക്കണം. ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള അനുഭവം ഞാനിപ്പോൾ ഈ സമയത്ത് പറയുന്നില്ല. ഇത് പറഞ്ഞത് ഗോപാലകൃഷ്ണനല്ല, ഇത് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. എന്താണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയാൻ കാരണം അനിൽകുമാറെ? അത് ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അത് ആണ് വാസ്തവത്തിൽ ഉത്തരം പറയേണ്ടത്, ഞാൻ പറഞ്ഞതിനല്ല. രണ്ടാമത്തെ കാര്യം, അനിൽകുമാർ പറഞ്ഞു റേഷൻ കൊടുത്തതിൻ്റെ പ്രളയം വന്നപ്പം
റേഷൻ തന്നു, അതിൻ്റെ പൈസ എണ്ണി മേടിച്ചു എന്ന് മേലാൽ ഈ കളവ് പറയരുത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് RTA കൊടുത്തിരുന്നു. RTAയുടെ ഉത്തരം ഈ കേരള ഗവൺമെൻറ് മൂടി വെച്ചിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയനോട് പറ, കേന്ദ്ര ഗവൺമെൻറ് റേഷൻ്റെ പണം മേടിച്ചോ ഇല്ലയോ എന്ന്. ഇത്ര രൂപയുടെ റേഷൻ അയച്ചിട്ടുണ്ട് എന്ന് ആ ഡിപ്പാർട്ട്മെൻ്റ് അയച്ചു. അത് ശരിയാണ്, അതങ്ങനെയാണ്, അത് ആ ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ പറയും. ആ മന്ത്രിസഭ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, റേഷൻ കൊടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് അത് പറയും. പക്ഷെ പണം മേടിച്ചോ ഇല്ലയോ നിങ്ങൾ ചോദിക്ക്. ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രളയകാലത്ത് റേഷൻ കൊടുത്തതിൻ്റെ പണം ഞങ്ങളുടെ നിന്ന് മേടിച്ചു എന്നുള്ളതിന് ആ റെസിറ്റ് നിങ്ങൾ ഹാജരാക്ക്. ഇന്ന് വരെ അതിനെക്കുറിച്ചൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു വർത്തമാനം ഉണ്ടായിട്ടില്ലല്ലോ, ഒരു റെസിറ്റും ഹാജരാക്കിയിട്ടില്ലല്ലോ. ഈ വേണമെന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, അത് നിങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2, ഓഖി ദുരന്തത്തിന് പ്രധാനമന്ത്രി ഒന്നും ചെയ്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഒരാളുണ്ടല്ലോ നിങ്ങളുടെ പാർലമെൻറ്റിൽ, നിങ്ങൾ ആ ഓഖി ദുരന്തത്തിൻ്റെ കാര്യം ഒന്ന് പാർലമെൻറ്റിൽ ചോദിക്കുക. അപ്പോൾ കൃത്യമായ കണക്ക് കിട്ടും. ഞാൻ സുരേഷ് ഗോപിയുമായി സംസാരിച്ച് കണക്കെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയും കേന്ദ്രവും പറഞ്ഞ മുഴുവൻ തുകയും കൊടുത്തിട്ടുണ്ട്. ആരോടാണ് നിങ്ങൾ നുണ പറയുന്നത്? ഈ ചാനലിൽ വന്ന് പണ്ട് GSTയുടെ വിഹിതം കിട്ടാനുണ്ടെന്ന് പറയുന്നത് പോലെ എന്തായാലും ഈ ചർച്ചയിൽ രാഷ്ട്രീയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അവരുമായി ഒട്ടി നിൽക്കുന്ന ലീഗിൻ്റെ നേതാക്കന്മാർക്കും, ഞാനിപ്പോൾ തീർക്കാം, ലീഗിൻ്റെ നേതാക്കന്മാർക്കും പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം സ്ഥാനം പിടിച്ച സമയം മുതൽ കേന്ദ്രം ഒന്നും ചെയ്യില്ല എന്ന് പറയാണ്. ഞാൻ പറഞ്ഞത് പണം പ്രശ്നമല്ല എന്നല്ല. പണം ഇന്നത്തെ അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലുണ്ട്. പണം ഇല്ലാത്തത് കൊണ്ടാണ് അവർ കഷ്ടപ്പെടുന്നത് എന്നല്ല. ഞാനൊരു കാര്യം കൃത്യമായി പറയാം. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്ര കോടി രൂപ തന്നാൽ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാം, ഇത്ര കോടി രൂപ തന്നാൽ ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ ഇത്ര കോടി തന്നാൽ അവർക്ക് വ്യക്തമായി കൊടുക്കാം, അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തോ? ഇത് കേന്ദ്രവും കേരളവും തമ്മിൽ കമ്മച്ചം പറയുന്ന അമ്മാനച്ചം പരിപാടിയല്ല. അതൊരു പക്ഷേ ലീഗുകാർക്ക് അങ്ങനെയാ തോന്നുക. ആ പരിപാടി BJPക്കില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനില്ല. കേന്ദ്ര സർക്കാർ ഈ വയനാടിനെ നെഞ്ചോട് ചേർത്തു. ലീഗുകാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കേന്ദ്ര ഗവൺമെന്റും BJPയും സേവാഭാരതിയും ഇന്ന് വയനാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുക. വയനാടിനെ നെഞ്ചോട് ചേർക്കുന്നത് ആരാണ് എന്നതല്ല, വയനാട്ടിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവർ മുന്നോട്ടുള്ള ജീവിതത്തിന് പിന്തുണ നൽകാൻ ആരൊക്കെയുണ്ട് എന്നതും, അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമൊക്കെ ഈ ദുരന്തത്തിലകപ്പെട്ട് ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്നവർക്ക് മുന്നിൽ ഏത് തരത്തിൽ അവരെ പിന്തുണയ്ക്കുന്നു എന്നതുമാണ്. പുത്തുമലയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു പുനരധിവാസമല്ല ഇവിടെ വേണ്ടത് എന്ന് ആളുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനോട് അനുകൂലമായ തരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.